ഗുരു വീണ്ടും ചോദിച്ചു, ശവത്തെ തൊട്ടാലോ? അപ്പം മൂലൂർ പറഞ്ഞു, 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഗുരു ചോദിച്ചത്, ശവം തിന്നാലോ എന്നാണ്. അപ്പോൾ ഈ ശവത്തെ തൊട്ടവരെ 7 പ്രാവശ്യം കുളിക്കേണ്ട ശുദ്ധി വരുന്നതിന് വേണ്ടി. അപ്പോൾ ശവം തിന്നുന്നവർക്ക് എന്തെങ്കിലും ശുദ്ധി വരുമോ? ഒരു ക്ഷേത്രമെന്ന് പറഞ്ഞാൽ കേവലം ഒരു ആധ്യാത്മികമായ അനുഷ്ഠാനത്തിന് മാത്രം പര്യാപ്തമായിട്ട് ഉള്ളതാകരുത്. ഒരു എറുമ്പിനെ നോവിക്കരുത് എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള ഒരു ജീവജാലങ്ങളെയും ഒരു പ്രകാരത്തിലും ദ്രോഹിക്കരുത് എന്ന് തന്നെയാണ് ഗുരു പറഞ്ഞത്. ഗുരു ഒരു ഘട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്, മത്സ്യമാംസങ്ങൾ കഴിക്കരുത്, അത് ശവക്കറിയാണ് എന്ന് പറയുന്നുണ്ട്. ഈ ഈ സിനിമകൾ, ഈ പല ചലച്ചിത്രങ്ങളും നാരായണ ഗുരുദേവനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് സിനിമകളിലൂടെ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെയൊക്കെ ഈ ചാത്തൻ, കൂളി ഇങ്ങനെയൊക്കെയുള്ളവരെ കുറിച്ചുള്ള ആരാധനയ്ക്ക് ഒരുപാട് പേർ താല്പര്യം കാണിക്കുന്നുണ്ട്, ഒരുപാട് പേർ ചെയ്തു വരുന്നുണ്ട്. അതിലൊരു സിനിമയുടെ ഒരു ക്ലിപ്പ് ഈ സമയത്ത് ഭയങ്കര വൈറലായിരുന്നു. നാരായണ ഗുരുദേവനുമായി ബന്ധപ്പെട്ട ഒരു സിനിമയുടെ ക്ലിപ്പ്. നാരായണ ഗുരുദേവൻ ഈ ചാത്തനെയും ഒക്കെ ആരാധിക്കുന്ന ആളുകളോട് ഇതൊക്കെ ആരാണ് എന്ന് ചോദിക്കുകയും, ഇത് ഞങ്ങളുടെ ദൈവങ്ങളാണ്, ഇത് ചാത്തനാണ്, ഗുളികനാണ്, ഇങ്ങനെ പറയുന്നു. അവിടെ കള്ളും നോൺ വെജ് ഐറ്റങ്ങളും ഒക്കെയാണ് നിവേദിക്കുന്നത്. അദ്ദേഹം ഇതിനെയൊന്നും ആരാധിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന ഊന്നുവടി കൊണ്ട് ഇതെല്ലാം തള്ളിക്കളയുന്നൊരു ദൃശ്യമാണ്, ഒരു സിനിമയുടെ ഒരു ക്ലിപ്പാണ്. അതിൽ നാരായണ ഗുരുദേവൻ അത്തരത്തിലുള്ള ആചാരങ്ങൾക്കെതിരായിരുന്നു. തീർച്ചയായിട്ടും ഗുരു അത്തരം അധമദേവതകളെ ആരാധിക്കുന്നതിന് എതിരായിട്ട് തന്നെയാണ് നിന്നിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ച നാഗർകോവിലിന് സമീപം കോട്ടാർ എന്ന് പറയുന്ന സ്ഥലത്ത് പിള്ളയാർ കോവിൽ എന്ന കോവിൽ ഗുരു അവിടെ പ്രതിഷ്ഠയ്ക്ക് ചെന്നപ്പോൾ അവിടെ ഏതാനും തെരുവുകളിലായി 10-40ഓളം ഇത്തരം മൂർത്തികളെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായമാണ് അവിടെ നിലനിന്നിരുന്നത്. ഗുരുദേവൻ ആ മൂർത്തികളെ എല്ലാം എടുത്ത് ഒരു ഭാരവണ്ടിയിൽ കയറ്റിക്കൊണ്ട് അത് കൊണ്ടുപോയി കടലിൽ കൊണ്ടുപോയി കളയുവാനായിട്ട് ഗുരു നിർദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ അതിനെല്ലാം മാറ്റിക്കൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ഇപ്പോൾ ഈ സാത്വിക ദേവതകളെ പ്രതിഷ്ഠിക്കുന്ന ഒരു സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത്. കാരണം അക്കാലത്ത് ഇവിടുത്തെ ജാതി സമ്പ്രദായമനുസരിച്ച് സവർണ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമാണ് അത്തരം സാത്വിക ദേവതകളെ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ കയറുവാനും ആരാധന നടത്തുവാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ടായിരുന്നുള്ളൂ. ഗുരു തന്നെ ആദ്യമായിട്ട് ഈ ശിവപ്രതിഷ്ഠ നടത്തി കഴിഞ്ഞപ്പോൾ അതിനെ പലരും ചോദ്യം ചെയ്യുന്നുണ്ട്. ഒരു ഈഴവനത് പ്രതിഷ്ഠിക്കാൻ എന്താ അധികാരം എന്ന് ചോദിക്കുന്നു. ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചതെന്ന് അത് 2 രീതിയിൽ പറയുന്നുണ്ട്. നാം നമ്മുടെ ശിവനെ എന്നാണ് ഗുരു പറഞ്ഞത്. അത് ഗുരു ഈഴവകുലത്തിൽ പിറന്നതായതുകൊണ്ട് ഈഴവ ശിവൻ എന്ന് പലരും വ്യാഖ്യാനിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്തുമായിക്കൊള്ളട്ടെ, ഗുരു അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഒരു ഈ അന്നത്തെ ഹിന്ദുമതത്തിൻ്റെ വ്യവസ്ഥയനുസരിച്ച് താഴ്ന്നതെന്ന് വ്യവഹരിക്കപ്പെടുന്ന സമുദായങ്ങൾക്ക് ഇപ്രകാരം അധമമായ ആരാധന മാത്രമാണ് വിധിച്ചിരുന്നത്? അവരപ്പോൾ യക്ഷി, ചാത്തൻ, മാടൻ, മറുത തുടങ്ങിയ ദേവതകളെ ആരാധിക്കുകയും അവർക്ക് പ്രിയപ്പെട്ടതെന്തോ അത് അവർക്ക് സമർപ്പിക്കും. അതിപ്പോൾ കോഴിയെ വെട്ടി അതിൻ്റെ ചോരയാകാം, അല്ലെങ്കിൽ മദ്യമാകാം, അല്ലെങ്കിൽ മയക്കുമരുന്നാകാം. അങ്ങനെയുള്ള വളരെ മ്ലേച്ഛമായ രീതിയിലുള്ള ഒരു ദൈവസങ്കല്പവും ആ ദൈവസങ്കല്പത്തെ മുൻനിർത്തിയുള്ള ആരാധനയും നിലനിന്നപ്പോൾ ആ സമൂഹത്തിന് ഒരു പ്രകാരത്തിലും ഒരു സംസ്കൃത ചിത്തരായി തീരാനോ സാമൂഹ്യവും അതുപോലെ സാംസ്കാരികവുമായൊരു വളർച്ചയിലേക്ക്, വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ ഉള്ളൊരു വളർച്ചയിലേക്ക് എത്തുവാനോ കഴിയുമായിരുന്നില്ല. അന്നത്തെ വ്യവസ്ഥയനുസരിച്ച് വിദ്യാലയങ്ങളിൽ പോയി പഠിക്കാനോ സാത്വിക ദേവതകളെ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ പോയി ആരാധന നടത്തുവാനോ സർക്കാർ ജോലിയിൽ പ്രവേശിക്കാനോ നല്ലൊരു പേരിടാനോ നല്ലൊരു വസ്ത്രം ധരിക്കാനോ നല്ലൊരു ആഭരണം ധരിക്കാനോ ഒന്നും താഴ്ന്ന ജാതി എന്ന് വ്യവഹരിക്കപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് അവകാശമോ അധികാരമോ ഇല്ലായിരുന്നു. അപ്പോൾ അത് സാമൂഹ്യമായിട്ടുള്ള ഒരു പരിവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ്. ആദ്യം നല്ല ദേവതകളെ പ്രതിഷ്ഠിച്ച് സാത്വികമായ ആരാധനയുടെ തലത്തിലേക്ക് അവരെ കൊണ്ടുവന്ന് അവരിൽ ആത്മീയമായും സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായൊരു വളർച്ചയുണ്ടാക്കുക. ഗുരു തന്നെ പറഞ്ഞത്, നമ്മുടെ ക്ഷേത്രങ്ങൾ പഴയ രീതിയിലുള്ള ഇരുട്ടടച്ച വവ്വാലിൻ്റെ നാറ്റമുള്ള
ക്ഷേത്രങ്ങളായിക്കൂടാ. ആ ക്ഷേത്രങ്ങൾ വിശാലമായ മുറികളോട് കൂടിയതായിരിക്കണം. ആളുകൾക്ക് വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതിനും ധ്യാനിക്കുന്നതിനുമൊക്കെ സൗകര്യമുണ്ടായിരിക്കണം. ക്ഷേത്രത്തോട് ചേർന്ന് വിദ്യാലയങ്ങളുണ്ടാകണം, വായനശാലകളുണ്ടാകണം, നല്ല പൂന്തോട്ടങ്ങളുണ്ടാകണം. അതോടൊപ്പം തന്നെ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ വരെ ഉണ്ടാകണമെന്നാണ് ഗുരു പറഞ്ഞത്. അതായത് ഒരു ക്ഷേത്രമെന്ന് പറഞ്ഞാൽ കേവലം ഒരു ആധ്യാത്മികമായ അനുഷ്ഠാനത്തിന് മാത്രം പര്യാപ്തമായിട്ട് ഉള്ളതാകരുത്. ഒരു സമൂഹത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള പുരോഗതിക്ക് പര്യാപ്തമായിട്ടുള്ള ഉപാധികൾ അവിടെ നിന്ന് ലഭിക്കണം. അവിടെ വിദ്യാഭ്യാസം ഉണ്ടാക്കാനും സാംസ്കാരികമായി വളരാനും ഗുരു പറഞ്ഞിട്ടുണ്ട് നല്ല പുസ്തകങ്ങൾ വായിക്കണമെന്ന്. അപ്പോൾ വായനശാലകൾ ഉണ്ടാകണം. മനസ്സിന് ആനന്ദം നൽകുന്ന നിലയിൽ അവിടെ നല്ല പൂന്തോട്ടങ്ങൾ വെച്ച് പിടിപ്പിക്കണം. ഇത് മാത്രമല്ല, തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ, അവർക്ക് സമ്പത്തുണ്ടാകണം. എന്ത് നേട്ടം, വളർച്ച ഒരു സമൂഹത്തിന് കൈവരിക്കണമെങ്കിലും സമ്പത്ത് അനിവാര്യമാണ്. അപ്പോൾ സമ്പത്തുണ്ടാകുന്നതിന് പര്യാപ്തമായിട്ടുള്ള സ്ഥാപനങ്ങൾ വരെ ക്ഷേത്രങ്ങളോട് അനുബന്ധമായിട്ട് ഉണ്ടാകണമെന്നാണ് ഗുരു പറഞ്ഞത്. അപ്പോൾ ഗുരുവിൻ്റെ ആ ക്ഷേത്രസങ്കല്പം ഒരു സമൂഹത്തിൻ്റെ സമഗ്രമായ പുരോഗതിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് പടിപടിയായിട്ടാണ് ഉയർന്നു വരേണ്ടത്. പിന്നെ ഒരു ഘട്ടത്തിൽ ഗുരു പറഞ്ഞു, ഇനി നമുക്ക് നമ്മുടെ പ്രധാന ദേവാലയം വിദ്യാലയങ്ങളായി മാറണമെന്ന് പറഞ്ഞു. ഞാൻ ആ ചോദ്യം ചോദിക്കാനുണ്ടായ കാര്യം, ഈ മലബാര സമ്പ്രദായം അതിലേക്ക് മടങ്ങിപ്പോകണം, അവർക്ക് ആ പൂർണ്ണ അവകാശത്തോടെ അത് കിട്ടണം എന്ന വാദമുഖവുമായി ഇന്നൊരു കൂട്ടം ആളുകൾ രംഗത്തുണ്ട്. മലബാര സമ്പ്രദായം പിന്തുടർന്നവർ ഹൈന്ദവരായിരുന്നില്ലെന്നും ബ്രിട്ടീഷ് കാലത്ത് അവരെ ഹൈന്ദവരോടൊപ്പം കൂട്ടിച്ചേർത്താണെന്നും അവരുടെ ആചാരങ്ങളാണ്, അവരുടെ അസ്തിത്വമാണത്, അതുകൊണ്ടത് തിരികെ അവർക്ക് പൂർണ്ണ ഇതോടുകൂടി ആരാധിക്കപ്പെടുവാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് ഒരു കൂട്ടം ആളുകൾ ഇപ്പോൾ വാദിക്കുന്നുണ്ട്. അതിനെ മടക്കിക്കൊണ്ടുവരാൻ ശബരിമലയെ ഉദ്ദേശിച്ചാണ്. ശബരിമലയല്ല, ഞാൻ ശബരിമലയെ ഉദ്ദേശിച്ചല്ല. മലബാര സമ്പ്രദായത്തിലെ ഇത്തരത്തിലുള്ള അങ്ങ് പറഞ്ഞതുപോലെ നാരായണ ഗുരുദേവൻ എതിർത്തിരുന്നു എന്ന് പറയുന്ന യക്ഷി, പിശാജ്, അല്ലെങ്കിൽ മാടൻ, മറുത ഇവയൊക്കെ ആരാധിക്കുന്ന ആ രീതികൾ, മദ്യം വെച്ചും നോൺ വെജ് ആയിട്ട് കോഴി അറുത്തും ആടറുത്തും ഒക്കെ പൂജിക്കുന്ന രീതികൾ, ഹിംസാത്മകമായിട്ടുള്ള എല്ലാ ആരാധനാ രീതികളും അധമമാണ് എന്ന് തന്നെയാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. ഗുരു അത്തരം ശക്തികളില്ല എന്നൊന്നും പറയുന്നില്ല. ഗുരുവിൻ്റെ ഒരു കൃതിയിൽ തന്നെ അന്തരീക്ഷ ജീവികളുണ്ട് എന്നും അതിൽ സാത്വിക ഭാവത്തോടു കൂടിയതും ഇതേപോലെ തമോ ഗുണങ്ങളോട് കൂടിയ ശക്തികളുണ്ട് എന്നും ഗുരു വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ഈ തമോ ഗുണങ്ങളോട് കൂടിയ ഈ ശക്തികളെ ആരാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് സംഭവിക്കാൻ പോകുന്ന കൊടിയ നരകശിക്ഷയാണ് എന്നാണ് ഗുരു ആ കൃതിയിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ശുദ്ധ സാത്വിക ദേവതകൾ ഉള്ളപ്പോൾ ഈ പറയുന്ന അധമ ദേവതകളേക്കാൾ ശക്തിയുള്ള ശുദ്ധ സാത്വിക ദേവതകൾ ഉള്ളപ്പോൾ എന്തിനാ അത്തരം ദേവതകളുടെ ആരാധനയിലേക്ക് പോകുന്നു എന്നാണ് ഗുരു ചോദിക്കുന്നത്. മനസ്സിലായി. പൂർണ്ണമായും നാരായണ ഗുരുദേവൻ ഈ പറയപ്പെടുന്ന ഹിംസയ്ക്കെതിരെ ഞാൻ ചോദിക്കാനൊരു കാരണമുണ്ട്. കേരളത്തിൻ്റെ ഒരു പ്രശസ്തനായ എഴുത്തുകാരൻ്റെ ഒരു ലേഖനത്തിൽ നാരായണ ഗുരുദേവൻ മാംസാഹാരം കഴിക്കുന്നതിനെതിരായിരുന്നില്ല എന്നൊരു പരാമർശമുണ്ട്. ശുദ്ധ അസംബന്ധമാണ് അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നത്, ആരായാലും. കാരണം ശ്രീനാരായണ ഗുരുദേവൻ അനുകമ്പയെ മുൻനിർത്തി, ജീവകാരുണ്യത്തെ മുൻനിർത്തി 2 കൃതികൾ തന്നെ രചിച്ചിട്ടുണ്ട്. അനുകമ്പാദശകം, ജീവകാരുണ്യ പഞ്ചകം എന്നിങ്ങനെ 2 കൃതികൾ ഗുരു രചിച്ചിട്ടുണ്ട്. അനുകമ്പാദശകം ആരംഭിക്കുന്നത് തന്നെ ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകൊള്ളിൽ തിരുമൈ വിട്ടകലാതെ ചിന്തയും എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരു എറുമ്പിനെ പോലും നോവിക്കാതെയാണ് ശ്രീനാരായണ ഗുരുദേവൻ ഈ കേരളീയ സമൂഹത്തെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാക്കിയത്. ഗുരുവിൻ്റെ ഒരു കർമ്മത്തിലും ഹിംസ എന്ന് പറയുന്നത് ഉണ്ടായിരുന്നേയില്ല. അപ്പോൾ ഒരു എറുമ്പിനെ നോവിക്കരുത് എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള ഒരു ജീവജാലങ്ങളെയും ഒരു പ്രകാരത്തിലും ദ്രോഹിക്കരുത് എന്ന് തന്നെയാണ് ഗുരു പറഞ്ഞത്. ഗുരു ഒരു ഘട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്, മത്സ്യമാംസങ്ങൾ കഴിക്കരുത്, അത് ശവക്കറിയാണ് എന്ന് പറയുന്നുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു ശിഷ്യനായിട്ടുള്ള മൂലൂർ പത്മനാഭ പണിക്കർ ഒരിക്കൽ ഗുരുവിനെ കാണുവാനായിട്ട് വന്നപ്പോൾ അങ്ങനെ ഗുരുവായിട്ടുള്ള സംഭാഷണോദ്യ ഗുരു ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഒരു മരിച്ച വീട്ടിൽ പോയി കഴിഞ്ഞാൽ, ശവത്തെ കണ്ടു കഴിഞ്ഞാൽ ശുദ്ധി വരുന്നതിന് വേണ്ടി എത്ര പ്രാവശ്യം കുളിക്കണം എന്ന് ചോദിക്കുന്നു. അപ്പോൾ മൂലൂർ പറഞ്ഞു, 1 പ്രാവശ്യം മുങ്ങി കുളിക്കണമെന്ന് പറഞ്ഞു. ഗുരു വീണ്ടും ചോദിച്ചു, ശവത്തെ തൊട്ടാലോ? അപ്പോൾ മൂലൂർ പറഞ്ഞു, 7 പ്രാവശ്യം മുങ്ങി കുളിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഗുരു ചോദിച്ചത്, ശവം തിന്നാലോ എന്നാണ്. ശവം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ശവം മാത്രമല്ല, ഏത് ജീവിയുടെയും
അതൊരു മത്സ്യമായാലും കോഴിയായാലും ആടായാലും പോത്തായാലും പശുവായാലും അതിൻ്റെ ജീവൻ പോയി കഴിഞ്ഞാൽ അത് ശവമാണ്. അപ്പോൾ ഈ ശവത്തെ തൊട്ടവരെ 7 പ്രാവശ്യം കുളിക്കേണ്ട ശുദ്ധി വരുന്നതിന് വേണ്ടി. അപ്പോൾ ശവം തിന്നുന്നവർക്ക് എന്തെങ്കിലും ശുദ്ധി വരുമോ? ഈ ചോദ്യമാണ് ഗുരു ചോദിച്ചത്. ശവത്തെ തിന്നാലോ എന്നാണ് ഗുരു ചോദിച്ചത്. അവനൊരിക്കലും ശുദ്ധി വരില്ല എന്ന് തന്നെയാണ് ഗുരു അവിടെ പറയുന്നത്. ജീവകാരുണ്യ പഞ്ചകം എന്ന് പറയുന്ന കൃതിയിൽ ശ്രീനാരായണ ഗുരുദേവൻ വ്യക്തമായി പറയുന്നുണ്ട്, എല്ലാവരും ആത്മസഹോദരരെന്നല്ലേ പറയേണ്ടത്, ഇത് ഓർക്കുകിൽ നാം കൊല്ലുന്നതും എങ്ങനെ ജീവികളെ തെല്ലും കൃപയറ്റ് ഭുജിക്കയതും. ഈ പ്രപഞ്ചത്തിലുള്ള സകല ജീവരാശികളും അതിന് ജന്മം നൽകിയത് ഈ പ്രപഞ്ച കാരണമായി നിൽക്കുന്ന ഒരേ ഒരു ദൈവം തന്നെയാണ്. അഥവാ ആ ദൈവത്തെ നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചാലും, അള്ളാഹു എന്നോ പരിശുദ്ധാത്മാവെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ. കാരണം ദൈവം ഒന്നേ ഉള്ളൂ, പലതില്ല. ആ ഏകമായി നിൽക്കുന്ന പൊരുളിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിലുള്ള സകലതും ജന്മം കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരച്ഛൻ്റെയും അമ്മയുടെയും മക്കൾ എപ്രകാരമാണോ സാഹോദര്യഭാവത്തിൽ വർത്തിക്കേണ്ടത്, അപ്രകാരം പ്രപഞ്ചത്തിലുള്ള സകല ജീവരാശികളും സഹോദരന്മാരാണ്. കാരണം എല്ലാവരും ഒരേ ആത്മാവിൽ നിന്നുണ്ടായവരാണ്. അങ്ങനെയെങ്കിൽ സ്വന്തം സഹോദരനെ നമ്മൾ വെട്ടി അവൻ്റെ രക്തവും മാംസവും ഒക്കെ നമ്മൾ കഴിക്കുമോ? ഒരിക്കലില്ല. അതുപോലെ സ്വന്തം സഹോദരനെ കൊന്ന് അവൻ്റെ രക്തവും മാംസവും കഴിക്കുന്നതിന് തുല്യമാണ് ഒരു ജീവിയെ കൊന്ന് അതിൻ്റെ മാംസം കഴിക്കുന്നത് എന്നാണ് ജീവകാരുണ്യ പഞ്ചകത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു വച്ചിരിക്കുന്നത്. പക്ഷേ ഇത്തരം തെറ്റായ ചില പരാമർശങ്ങൾ മഹാകവി കുമാരനാശാൻ രചിച്ച ഗുരുദേവൻ്റെ ജീവചരിത്രത്തിൽ വരെ ഉണ്ട്. ഇങ്ങനെ പറഞ്ഞ ഗുരു ഒരു കാരണവശാലും മത്സ്യമോ മാംസമോ കഴിക്കുകയില്ല. അങ്ങനെ കഴിച്ചിട്ടുണ്ട് എന്ന് ഇവരൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. അവരെന്തടിസ്ഥാനത്തിലാണ് എഴുതി വെച്ചത്? ഇപ്പോൾ ഗുരു അവധൂതനായി സഞ്ചരിച്ച കാലയളവിൽ പലപ്പോഴും ഈ തിരുവനന്തപുരത്തേക്കുള്ള കടപ്പുറത്തു കൂടി സഞ്ചരിക്കുമായിരുന്നു. അവർ കൊടുക്കുന്ന ആഹാരം കഴിക്കുമായിരുന്നു. പക്ഷെ ഒരിക്കലും ഈ മത്സ്യം കഴിച്ചതായോ മാംസം കഴിച്ചതായിട്ടോ എങ്ങും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അഥവാ അങ്ങനെ ആരെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഗുരുവിൻ്റെ സ്വരൂപത്തെ ശരിയാവണ്ണം ഗ്രഹിക്കാതെയാണ്, തെറ്റായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതാരായാലും. ഈ ശ്രീനാരായണീയരായ ആളുകൾ ഗുരുദേവൻ്റെ ജയന്തിക്കൊക്കെ വലിയ ആഘോഷങ്ങൾ നടത്തുന്ന ആളുകൾ, പക്ഷേ അദ്ദേഹം പറഞ്ഞു വെച്ച തത്വങ്ങളിൽ നിന്ന് ഗുരുദേവന് മുന്നിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നവർ, ഗുരുമന്ദിരങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നവരൊക്കെ പല ആളുകളും അദ്ദേഹം പറഞ്ഞു വെച്ച സന്ദേശങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് യാത്ര ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്, കുറേ കാലങ്ങളായി കാണുന്നുണ്ട്. വ്യതിചലനം നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട്. ശ്രീനാരായണ ഭക്തരെന്ന് പറയുന്ന ഒരു ഗുരു എന്തൊക്കെയാണോ അരുത് എന്ന് പറഞ്ഞത് അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊരു ഉദാഹരണമാണ് മദ്യ വ്യവസായത്തിൽ ഏറ്റവും കൂടുതൽ. അതെ, ഗുരു മദ്യം ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് ഈ അരുത് 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 എന്ന് ഗുരു ആവർത്തിച്ച് 3 പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങൾ 2 കാര്യങ്ങളാണ്. ഒന്ന് ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. മദ്യം ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. അത്ര ശക്തമായ ഭാഷയിലാണ് ഗുരു ഇത് രണ്ടും പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുയായികളായിട്ടുള്ള പലരും ഈ 2 കാര്യങ്ങളും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെയായാലും അത് ശ്രീനാരായണ ഗുരുദേവനിൽ നിന്നുള്ള തികച്ചും ഗുരുവിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമായിട്ടേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ഒഴിവാക്കപ്പെടേണ്ടതാണ് തീർച്ചയായിട്ടും. ശരി, ഇനി അദ്വൈതാശ്രമത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് വന്നാൽ ഇവിടെ എങ്ങനെയാണ് ആ ആശ്രമത്തിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ? ആർക്കൊക്കെ ഇവിടെ വരാം, പ്രാർത്ഥിക്കാം? അദ്വൈതാശ്രമം മാത്രമല്ല, ശ്രീനാരായണ ഗുരുദേവൻ്റെ നാമധേയത്തിൽ ഉണ്ടാകുന്ന ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും കേന്ദ്ര മുദ്രാവാക്യം എന്ന് പറയുന്നത് അരുവിപ്പുറത്ത് ഗുരു നൽകിയ സന്ദേശമാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത് എന്നുള്ളതാണ്. ഇവിടെ ഒരു ഭേദചിന്തകൾക്കും യാതൊരു സ്ഥാനവുമില്ല. മനുഷ്യനെയാണ് ഇവിടെ വരുന്നവരെ മനുഷ്യരായിട്ട് മാത്രമേ നാം കാണുന്നുള്ളൂ. അത് ഏത് ജാതിയിൽ പിറന്നു, ഏത് മതത്തിൽ പിറന്നു, ഏത് ദേശത്ത് പിറന്നു, ഏത് ഭാഷ സംസാരിക്കുന്നു, ഇതൊന്നും നമ്മൾ കണക്കിലെടുക്കുന്നേയില്ല. ഏതൊരു മനുഷ്യനും, മനുഷ്യൻ മാത്രമല്ല എല്ലാ ജീവരാശികൾക്കും ഉള്ളതാണ്. ഗുരു ലോകത്തെ കണ്ടപ്പോൾ ആത്മസഹോദരരായിട്ടാണ് പ്രപഞ്ചത്തിലെ സകല ജീവികളെയും കണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഇടമുള്ള ഒരു സ്ഥലമാണ് അദ്വൈതാശ്രമവും.
ഗുരുവിൻ്റെ നാമധേയത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും എല്ലാ ഭേദചിന്തകൾക്കും അതീതമാണ്. അതുകൊണ്ട് ആർക്കും എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാവുന്നതാണ്. ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ഇതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കം ദ്വൈതാശ്രമത്തിൻ്റെ കീഴിലുണ്ട്. അതിനു മുൻപ് ആശ്രമത്തിൽ നടന്ന ചില പ്രധാന കാര്യങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് 1914 കൂടിയാണ് അദ്വൈതാശ്രമത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ്. 12-ൽ സ്ഥലം വാങ്ങിയെങ്കിലും 14 കൂടിയാണ് ആശ്രമ പ്രവർത്തനം തുടങ്ങുന്നത്. ആശ്രമത്തോട് ചേർന്ന് ശ്രീനാരായണ ഗുരുദേവൻ അന്ന് തന്നെ ഒരു സംസ്കൃത വിദ്യാലയം ആരംഭിച്ചിരുന്നു. അവിടെയും ഗുരു എല്ലാ ഭേദചിന്തകൾക്ക് അതീതമായിട്ടും എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെയും പ്രവേശനം നൽകുകയും അവിടെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. തലശ്ശേരി സ്വദേശിയായ രാമൻ ഗുരുക്കൾ എന്ന പേരായിട്ടുള്ള ഒരു സംസ്കൃത പണ്ഡിതനായിരുന്നു പ്രധാന ആചാര്യനായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. ഗുരുവിൻ്റെ ജീവചരിത്രകാരനായിട്ടുള്ള കോട്ടുകോയിക്കൽ വേലായുധൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യനായി മാറിയ അയ്യപ്പൻ പിള്ള എന്ന് പൂർവാശ്രമത്തിൽ പേരായിട്ടുള്ള സത്യവ്രത സ്വാമികൾ, ഇവരൊക്കെ അവിടുത്തെ അധ്യാപകരായിരുന്നു. അതുപോലെ മലയാള സാഹിത്യ നിരൂപണ രംഗത്തും സ്വതന്ത്ര ചിന്താ പ്രസ്ഥാനത്തിലും യുക്തിവാദി പ്രസ്ഥാനത്തിലുമൊക്കെ ഉന്നതനായ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയും ഈ സംസ്കൃത വിദ്യാലയത്തിലെ അധ്യാപകനായിരുന്നു. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള തൻ്റെ സ്മരണമഞ്ജരി എന്ന ഗ്രന്ഥത്തിൽ ഈ അദ്വൈതാശ്രമവുമായി ബന്ധപ്പെട്ട തൻ്റെ സ്മരണകൾ അയവിറക്കുന്നുണ്ട് ശ്രീനാരായണ ഗുരു എന്നൊരു ലേഖനത്തിലൂടെ. അപ്പോൾ അങ്ങനെ അത് വളരെ പ്രശസ്തമായ നിലയിൽ അവിടെ പഠിച്ചവരൊക്കെ പിന്നീട് വലിയ സമൂഹത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. പിന്നീട് അദ്വൈതാശ്രമത്തിൽ 1916 ശ്രീനാരായണ ഗുരുദേവൻ്റെ 60-ാം പിറന്നാൾ വലിയ ആഘോഷമായിട്ട് നടന്നു. ആർഭാടമായിട്ടല്ല, ആർഭാടങ്ങൾക്കൊക്കെ ഗുരു എതിരായിരുന്നു. ഗുരുദേവൻ്റെ പല സന്ദേശങ്ങളും ഗുരു പുറപ്പെടുവിച്ചത് അദ്വൈതാശ്രമത്തിൽ നിന്നാണ്. സഹോദരൻ അയ്യപ്പന് ഗുരു സ്വന്തം കൈപ്പടയാൽ എഴുതി കൊടുത്ത ഒരു സന്ദേശം ഇവിടെ നിന്നായിരുന്നു. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ എന്തായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹം നടത്തുന്നതിലും പന്തിഭോജനം നടത്തുന്നതിലും യാതൊരു ദോഷവുമില്ല എന്നെഴുതിയിട്ട് സ്വന്തം കൈപ്പടയിൽ എഴുതി കൊടുത്തിട്ട് നാരായണ ഗുരു എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഗുരുവിൻ്റെ ദൈവദശകമടക്കമുള്ള ഗുരുദേവൻ്റെ കൃതികൾ അദ്വൈതാശ്രമത്തിൽ വെച്ച് രചിച്ചിരിക്കാനാണ് സാധ്യത കൂടുതൽ കാണുന്നത്. അങ്ങനെ ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട പല സന്ദേശങ്ങൾ ഇവിടെ നിന്ന് നൽകി പ്രധാനപ്പെട്ട പല കൃതികളും അദ്വൈതാശ്രമത്തോട് ചേർന്ന് ഗുരു രചിച്ചു. പിന്നെ ഈ ആശ്രമത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് 1924 മാർച്ച് മാസം 3, 4 തീയതികളിൽ ഗുരുദേവൻ വിളിച്ചു ചേർത്ത സർവമത സമ്മേളനമായിരുന്നു. ആ സമ്മേളനം ലോകത്ത് തന്നെ നടന്ന സർവമത സമ്മേളനങ്ങളിൽ രണ്ടാമത്തേതായിരുന്നു, ഏഷ്യയിലെ ആദ്യത്തേതുമായിരുന്നു. ലോകത്ത് ആദ്യമായിട്ട് ഒരു സർവമത സമ്മേളനം നടന്നത് അമേരിക്കയിലെ ചിക്കാഗോ എന്ന നഗരത്തിൽ വെച്ചാണ്. സ്വാമി വിവേകാനന്ദൻ ആ സമ്മേളനത്തിൽ പങ്കെടുത്തു. കൊളംബസ് അമേരിക്ക ഭൂഖണ്ഡം കണ്ടുപിടിച്ചതിൻ്റെ 400-ാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി അമേരിക്കൻ ഗവൺമെൻറ്റാണ് അങ്ങനെ ഒരു സമ്മേളനം അവിടെ സംഘടിപ്പിച്ചത്. ഒരു ആത്മീയ ഗുരു ലോകത്ത് ആദ്യമായിട്ടൊരു സമ്മേളനം വിളിച്ചു ചേർത്തത് ഇവിടെ വെച്ചാണ്, അദ്വൈതാശ്രമത്തിൽ വെച്ചാണ്. അത് ഗുരുദേവനാണ് വിളിച്ചു ചേർത്തത്. അത് എപ്രകാരമായിരിക്കണം ആ സമ്മേളനം നടക്കേണ്ടത് എന്നത് സംബന്ധിച്ച് ഗുരു ആദ്യം തന്നെ ഒരു സന്ദേശ രൂപത്തിൽ അവിടെ എഴുതി വെപ്പിച്ചിരുന്നു. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന്. എല്ലാ മതത്തിൽപ്പെട്ട പണ്ഡിതന്മാരെയും ഗുരു ഒരു വേദിയിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും ക്ഷണിക്കപ്പെട്ട പണ്ഡിതന്മാരോട് ഗുരുദേവൻ നിർദ്ദേശിച്ചത് നിങ്ങൾ നിങ്ങളുടെ മതത്തിൻ്റെ മൂലതത്വങ്ങളെക്കുറിച്ച് ഇവിടെ പ്രസംഗിക്കണമെന്നാണ്. കാരണം നിങ്ങൾ മറ്റു മതങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷേപകരമായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുമൊക്കെ നിങ്ങൾ പറയാനിട വരും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മതത്തെക്കുറിച്ച് മാത്രമേ പറയേണ്ടതുള്ളൂ എന്ന് ഗുരു അവിടെ നിർദ്ദേശിച്ചു. ശ്രീനാരായണ ഗുരുദേവൻ തന്നെയാണ് ഭദ്രദീപം തെളിച്ച് സർവമത സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. മദ്രാസ് ഹൈക്കോടതിയിലെ ജസ്റ്റിസായിരുന്ന സദാശിവ അയ്യർ 2 ദിവസം നീണ്ടുനിന്ന ആ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു. ഗുരുദേവ ശിഷ്യനായ സത്യവ്രത സ്വാമികൾ ആ സമ്മേളനത്തിന് സ്വാഗതം പറഞ്ഞു. ഓരോ മതത്തിൽപ്പെട്ട പണ്ഡിതന്മാരും തുടർന്ന് പ്രസംഗിച്ചു. എല്ലാ പ്രസംഗങ്ങളും വേദിയിലിരുന്നു കൊണ്ട് ഗുരു കേൾക്കുകയും ചെയ്തു.
ഒടുവിൽ ഗുരു നടത്തിയ പ്രഖ്യാപനത്തിൽ ഗുരുദേവൻ പറഞ്ഞത്, ഇവിടെ കേട്ട പ്രസംഗങ്ങളിൽ നിന്നൊരു കാര്യം വ്യക്തമാകുന്നു: എല്ലാ മതങ്ങളുടെയും പരമമായ ഉദ്ദേശം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ശിവഗിരിയിൽ നാം സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുന്ന മതമഹാപാഠശാലയിൽ എല്ലാ മതങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നതിനുമുള്ള സൗകര്യം ഒരുക്കുന്നതാണ്. ഈ ആവശ്യത്തിലേക്കായി പൊതുജനങ്ങളിൽ നിന്ന് 5 ലക്ഷം രൂപ സമാഹരിക്കുവാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അന്നത്തെ 5 ലക്ഷം എന്നൊക്കെ പറയുന്നത് ഇന്ന് എത്രയോ കോടി മൂല്യമുള്ളതായിരിക്കും. കാരണം അന്ന് സ്വർണത്തിൻ്റെയൊക്കെ വില എന്ന് പറഞ്ഞാൽ 10 രൂപയിൽ കൂടുതലല്ലോ ഒരു പവന്. ഇന്നിപ്പോൾ അത് 1 ലക്ഷം രൂപയുടെ മുകളിലായിരിക്കും. അപ്പോൾ അത് വെച്ച് നമ്മൾ ആ മൂല്യത്തെ കണക്കാക്കുമ്പോൾ ഗുരുവിൻ്റെ സങ്കല്പം എന്ന് പറയുന്നത് എല്ലാ മതത്തിൽപ്പെട്ട പണ്ഡിതന്മാരും ആചാര്യന്മാരായി വരികയും അവിടെ ജിജ്ഞാസുക്കളായി പഠിതാക്കളായി എത്തിച്ചേരുന്നവർ എല്ലാ മതങ്ങളെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുകയും സാരാംശത്തിൽ എല്ലാ മതങ്ങളും ഒന്ന് തന്നെയാണെന്നുള്ള ബോധ്യത്തിലേക്ക് എത്തി അവരത് ഈ ലോകത്താകെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഗുരു വിഭാവനം ചെയ്തത്. വാസ്തവത്തിൽ അത്തരമൊരു സംവിധാനമുണ്ടെങ്കിൽ മാത്രമേ മതങ്ങളെ മുൻനിർത്തി ലോകത്ത് നിലനിൽക്കുന്ന കലഹങ്ങളില്ലാതെയാകുകയുള്ളൂ. ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മതങ്ങളെ മുൻനിർത്തി മതപരമായ സങ്കുചിതത്വം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാരാംശത്തിലെങ്കിലും എല്ലാ മതങ്ങളും ഒന്നാണെന്ന് എല്ലാവരും അറിഞ്ഞാൽ, എല്ലാ മതങ്ങളുടെയും മൂലതത്വങ്ങളെങ്കിലും എല്ലാവരും അറിഞ്ഞാൽ, ഈ മതത്തെ മുൻനിർത്തിയുള്ള ഉത്കർഷതാ മനോഭാവത്തിനോ അപകർഷതയ്ക്കോ സ്ഥാനമില്ലാതെ എൻ്റെ വിശ്വാസത്തിനനുസരിച്ച് ഞാൻ ജീവിക്കുന്നു, മറ്റൊരാൾ അയാളുടെ വിശ്വാസത്തിനനുസരിച്ച് അയാളുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ജീവിക്കുന്നു, അതിൽ യാതൊരു വ്യത്യാസവുമില്ല എന്ന ബോധ്യത്തിലേക്ക് എല്ലാവർക്കും എത്തിച്ചേരാനായിട്ട് കഴിയും. ആ ഒരു ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ലോകത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാകുകയുള്ളൂ. അവനവൻ്റെ മതത്തിൽ വിശ്വസിച്ചും അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പിന്തുടർന്നുകൊണ്ടും എന്നാൽ അന്യമതങ്ങളോട് ആദരവും ബഹുമാനവും പുലർത്തിക്കൊണ്ടും ജീവിക്കുന്ന ഒരു സമൂഹം ഇവിടെ സൃഷ്ടിക്കപ്പെടണം. ശ്രീനാരായണ ഗുരുദേവൻ ലക്ഷ്യം വെച്ചത് അത്തരം ഒരു സമൂഹ സൃഷ്ടിയെയാണ്. അതിനുവേണ്ടിയാണ് ഗുരു സർവമത സമ്മേളനം ഇവിടെ വിളിച്ചു ചേർത്തത്. അപ്പോൾ അത് ലോക ചരിത്രത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം. അതിൻ്റെ എന്തെങ്കിലുമൊക്കെ രേഖകൾ ഇവിടെ കാണാൻ സാധിക്കുമോ? ആ സമ്മേളനത്തിൻ്റെ രേഖകളായിട്ട് നമുക്ക് ആകെ ലഭിച്ചിട്ടുള്ളത് സ്വാഗതം പറഞ്ഞ സത്യവ്രത സ്വാമികളുടെ പ്രസംഗം മുൻകൂട്ടി എഴുതി തയ്യാറാക്കിയതായിരുന്നു. അത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം ആ സമ്മേളനാനന്തരം സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവരും ചേർന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോയും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മറ്റ് ആ സമ്മേളനത്തെ സംബന്ധിച്ച് അന്നത്തെ അന്തേവാസികളായിരുന്ന ഇപ്പോൾ കോട്ടുകോയിക്കൽ വേലായുധൻ, അതുപോലെ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള തുടങ്ങിയവരൊക്കെ അവരുടെ അനുഭവക്കുറിപ്പുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ആ സമ്മേളനത്തെ സംബന്ധിച്ച് നമുക്ക് ലഭ്യമായിട്ടുള്ള രേഖകൾ.